അയ്യോ വണക്കം. അങ്ങനെ വീണ്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിർമ്മല സീതാരാമൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് 9ാമത്തെ ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയും ഈ ബഡ്ജറ്റിനില്ല എന്നാണ് സകല മാധ്യമങ്ങളും കമ്മി കൊങ്ങി സുഡാപ്പികളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിന് കടലാമ കിട്ടിയില്ലേ? ടണ്ടടാൻ. കടലാമയുടെ പാതയും കേരളത്തിന് കിട്ടിയല്ലോ. പിന്നെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ അങ്ങ് ദൂരെ, അതുപോലത്തെ കുറച്ച് പദ്ധതികളൊക്കെ കേരളത്തിന് കിട്ടി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെയായിരുന്നാലും കടലാമയുടെ പദ്ധതി മാത്രമല്ല, പിന്നെ കേരളത്തിന് ഉലക്ക പുഴുങ്ങിയതും കാടിവെള്ളവും ഇതൊക്കെ കിട്ടി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും കമ്മികൾ ഇവിടെ കിടന്ന് മുണ്ടൂരി തലയിൽ കെട്ടുകയാണ് സുഹൃത്തുക്കളെ, മുണ്ടൂരി തലയിൽ കെട്ടുകയാണ്. കേരളത്തിന് എന്തുകൊണ്ടൊന്നും ലഭിച്ചില്ല? അതിവേഗ പാത എവിടെ? എയിംസ് എവിടെ? വിളി സുരേഷ് ഗോപിയെ ഊരി തലയിൽ കെട്ട് കയറി മെഴിയോടെ ഗോപാല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കമ്മിക്കുട്ടന്മാർ ഇവിടെ കിടന്ന് അറുമാദിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. BJPക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് കോർപ്പറേഷനൊക്കെ BJP പിടിച്ചിരിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം അങ്ങനെ BJP പിടിക്കുമോ എങ്കിൽ ഈ ആയുധം തന്നെ അവർക്കെതിരെ ഇറക്കാം. നോക്കൂ സുഹൃത്തുക്കളെ, ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ട് ബഡ്ജറ്റ് അറിഞ്ഞൂടാത്ത കമ്മികൾ, അതിൽ തന്നെ ഒരു ബഡ്ജറ്റുണ്ട്. അതായത് ധനക്കമ്മിയുള്ള കമ്മികൾ ഇവിടെ കിടന്ന് അറുമാദിക്കുകയാണ് സുഹൃത്തുക്കളെ, പൊളയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ സുഡാപ്പികൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും സ്വതവേ ഫിനാൻഷ്യൽ സാധനത്തിൽ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടും, കച്ചവടത്തിനാണല്ലോ പിടുത്തം എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു സാധനമായതുകൊണ്ട് തന്നെ നമ്മുടെ സുഡാപ്പികൾ അവരുടെ പിന്നെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് ഒരു ഫ്ലക്ച്വേഷൻ വരാത്തത് കൊണ്ടും തന്നെ അവർ തൃപ്തരാണെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് മിണ്ടാനായിട്ട് അറിയില്ല, ഫിനാൻഷ്യൽ നോളജ് ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചറിയില്ല, ഗോൾഡ് റേറ്റിനെ കുറിച്ചറിയില്ല, സിൽവർ ഫ്ലക്ച്വേഷനെ കുറിച്ചറിയില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തതായതുകൊണ്ട് അവന്മാരുടെ ശല്യം ഇത്തവണ ഇത്തിരി കുറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും എൻ്റെ പ്രിയ പ്രേക്ഷകരെ, എൻ്റെ അയ്യാവണക്കത്തിൻ്റെ പ്രേക്ഷകരെ, പല ആൾക്കാരും ഈ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ഒരു മടുപ്പാണ്. കേന്ദ്ര ബഡ്ജറ്റ് എന്താണോ എന്തോ, കാരണം അറിയില്ല എന്താണ് ഈ സാധനം എന്നറിയില്ല. ഈ സാധനം എങ്ങനെ വർക്കാവുന്നു, ഇതെങ്ങനെയാണ് ഈ നിർമ്മല സീതാരാമൻ ഇതിങ്ങനെ ഉൻ്റെ പൊന്നോ പഠിച്ചെടുത്തിങ്ങനെ പറയുന്നത് എന്നൊക്കെ ഉള്ളൊരു സാധനമാണ്. കാരണം 28 സംസ്ഥാനങ്ങളുടെയും തുല്യത ഒന്ന് കടുകമണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളും എഞ്ചിനും കൂടെ തവിടുപൊടി. അതുപോലെയാണ് ബഡ്ജറ്റിൻ്റെ കേസെന്ന് പറയുന്നത്. എന്തായിരുന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മടുപ്പിക്കില്ല, ബോറടിപ്പിക്കില്ല. ഐ ആം ദ ഹിയർ. കേരളത്തിന് കൊടുത്ത കടലാമ മുതൽ ഉലക്ക പുഴുങ്ങിയതും കാടിവെള്ളവും വരെ നമ്മളിന്നിവിടെ അനലൈസ് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്ത് തന്നെയായിരുന്നാലും എന്താണ് ഈ ബഡ്ജറ്റ്? ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത്തവണ ബഡ്ജറ്റ് എങ്ങനെയായിരുന്നു? നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴുള്ള ബഡ്ജറ്റും ഇത്തവണത്തെ ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമോ കുറയുമോ? നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ടോ? അല്ലെങ്കിൽ UPA സർക്കാർ, അതായിരിക്കും കേൾക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്, മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ബഡ്ജറ്റും മോദിയുടെ കാലത്തെ ബഡ്ജറ്റും, ഈ രണ്ട് ബഡ്ജറ്റും കൂടെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. അപ്പം ഡോണ്ട് വെറി, ബി ഹാപ്പി. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഒരു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ, അതാണ് ഇതിലെ പോയിന്റ് കേട്ടോ. കാരണം കമ്മി കുട്ടന്മാരൊക്കെ ഇത് കാണാൻ പറ്റുമെങ്കിൽ മോശമല്ലേ? നമ്മൾ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ പറയുമ്പോൾ അവന്മാർ അയ്യേന്നായി പോകും. അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് എന്താണ് ഈ ബഡ്ജറ്റ് എന്നും ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള സംഭവം എന്താണെന്ന് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ സംഭവം യഥാർത്ഥത്തിൽ? ആദ്യം തന്നെ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. കേരളത്തിന് എന്തുകൊണ്ടൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടേണ്ടത് കിട്ടിയിട്ടും കിട്ടിയില്ല എന്ന് പറയുന്ന കമ്മി കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം ഈ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് പൈസ കൊടുക്കുന്നത് കൂടുതലും എങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കാണ്? BJP ഇരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്നായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെയല്ല. അതായത് ഇനിയുള്ള കാലത്ത് ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ പൈസ കൊടുക്കാൻ പോകുന്നതും കൂടുതൽ സാധനങ്ങൾ അനുവദിക്കാൻ പോകുന്നതും. കേരളത്തിൽ ബിസിനസ് കൊണ്ടുപോകേ, വ്യവസായം കൊണ്ടുപോകാൻ, നീക്ക് വ്യവസായം കൊണ്ടുവന്ന് കേരളത്തിലെ ഫലഭൂഷ്ടമാക്കി മാറ്റണം. അങ്ങനെ സ്വകാര്യ നിക്ഷേപകർക്ക് ഇവിടെ വന്ന് നിക്ഷേപം നടത്താനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്ന് കേന്ദ്രത്തിന് തോന്നണം. അല്ലാതെ ഇവിടെ കൊടിയും കുത്തി സകല എണ്ണത്തിനെയും കയറ്റി അങ്ങ് UK വിട്ടാൽ കേന്ദ്രം ഒന്നും തരില്ല. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തിന് തരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് 28 മക്കളുണ്ട്. ഈ 28 മക്കളിൽ ഒരു വകയും പറഞ്ഞാലും കേൾക്കൂല. യവന് ഒരു 10 പവൻ്റെ സ്വർണ്ണം വാങ്ങിച്ചു കൊടുത്താൽ യവൻ നാളെ കൊണ്ട് അതിനെ പണയം വെച്ച് കടം മേടിക്കും. ഇങ്ങനെയുള്ള ഒരുത്തന് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് വീട്ടിൽ വന്നോ, ഫ്രീ ആയിട്ട് ചോറും കറിയും തരാം, തിന്നോ, ഇണിച്ച് പൊക്കോ, കൈ കഴുകാൻ വെള്ളവും തരാം, പിന്നെ കുളിക്കാനും അപ്പിയിട്ടാൽ കഴുകാനുള്ള വെള്ളവും കൂടെ തരാം, ഇലക്ട്രിസിറ്റിയും ഫ്രീ. ഇങ്ങനെയുള്ള കാര്യം മാത്രമേ അവന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏതൊരു പാരൻസ് ആണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ. നിങ്ങളും അങ്ങനെയല്ലേ ചെയ്യൂ. അല്ലാതെ എക്കും പൊക്കും ഇല്ലാത്ത മോന് സ്വന്തം വീടും പെരയിടവും എല്ലാം എഴുതി വെച്ചിട്ട് അതിൻ്റെ താഴെ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള പെങ്ങന്മാരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ
ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വരണം. അങ്ങനെ സ്വകാര്യ നിക്ഷേപത്തിന് കോൺഫിഡൻസ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇനി സർക്കാർ പൈസ മുടക്കുന്നില്ല. അങ്ങനെ ചുമ്മാ അങ്ങനെ പൈസ മുടക്കണ്ട, ആവശ്യത്തിനുള്ളത് തരും. അവിടെ വികസിപ്പിക്കാൻ ഇവിടെ വികസിപ്പിക്കാൻ റോഡ് ടാറിടാനുള്ള പൈസയൊക്കെ തരും, കേട്ടല്ലോ. അല്ലാതെ മറ്റേ ഇടപാടുണ്ടല്ലോ, അതായത് ഈ വൻകിട കമ്പനികളൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന അങ്ങനെ ഹെഡ്ലൈൻ പ്രോജക്റ്റൊക്കെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. അതൊക്കെ നടത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇവിടെ സുരേഷ് ഗോപി എയിംസിന് വേണ്ടിയിട്ട് തേരാപ്പാര ചൊറിഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. ഈ തേരാപ്പാര നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അങ്ങേരെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അങ്ങേര് ഗതി കെട്ടിട്ട് എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ അതി കയറി പിടിച്ചു. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ വൻകിട കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുന്ന ഒരു സംസ്ഥാനമായി മാറാതെ ഒരു മാർഗവുമില്ല കേരളത്തിന്. തൽക്കാലം നമുക്ക് ഇവിടുന്നാണ് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നമുക്കുള്ള ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇങ്ങനെ നോക്കും. കേന്ദ്രം കുഴിച്ചെടുക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നിന്ന്. അതൊക്കെ കുഴിച്ചെടുത്ത് രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കാം. രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല, റോഡുകളും തോടുകളും എല്ലാം കേരളത്തിന് ഇട്ട് തരാം, നല്ല രീതിയിൽ ഇട്ട് തരാം. അങ്ങനെ കുഴിച്ചെടുത്ത് പല കാര്യങ്ങളും ചെയ്യാനുള്ള പല കാര്യങ്ങളും തരും. അതുകൊണ്ടാണ് ഈ കടലാമേര പാതയൊക്കെ ഇങ്ങോട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ഇനി കിഴങ്ങ് ഗവേഷണ കേന്ദ്രമൊക്കെ കേരളം ഇവിടെ കൊണ്ടുവന്ന്, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിപുലീകരിക്കുമോ? ഇപ്പം തന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വിപുലീകരിക്കുമോ എന്ന് മാത്രമേ എനിക്ക് കണ്ടറിയേണ്ടതുള്ളൂ. എന്തായിരുന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ കുഴിച്ചെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഈ സാധനങ്ങൾ ഉണ്ടല്ലോ, ജാർഖണ്ഡ് പരുവത്തിലേക്ക് കേരളം മാറുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായിരുന്നാലും ഇവിടെ സർവീസ് സെക്ടർ ജോബുകളെല്ലാം കുറയും. ഇനി വിദേശത്തേക്ക് നമുക്ക് പോവേണ്ടി വരും. ഇനി വിദേശത്തേക്ക് പോയിട്ട് അവിടെയുള്ള ജോലികൾ പല സെറ്റപ്പായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. എന്ത് തന്നെയായിരുന്നാലും അതൊരു പകിട്ടായിട്ട് കാണുന്നവർ അവിടെ തന്നെ ഇരിക്കും. അതിനെ കുറ്റം പറയുകയോ കുറവ് പറയുകയല്ല, മറിച്ച് കേരളത്തിൻ്റെ വളർച്ചയല്ല തളർച്ച ഉണ്ടാകുന്ന വഴി പറയുകയാണ്. എന്തായിരുന്നാലും ഈ സ്വന്തം കഴിവ് കേടിന് കേരളം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം മാറിയേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ ബഡ്ജറ്റ്? ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സർക്കാർ എഴുതുന്ന ഒരു വലിയ വരുമാനം പ്ലസ് ചെലവ് ഡയറിയാണ്. എങ്ങനെയാണ്? വരുമാനം പ്ലസ് ചെലവ്, അതിൻ്റെ ഡയറി. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെന്ന് കരുതുക. അവർ പറയുന്നത് പോലെ, അതായത് ഈ വീട്ടിൽ ഈ വർഷം എത്ര പണം വരും, ശമ്പളം കാണും, ചെറിയ വരുമാനം കാണും, കടം കാണും, ഈ 3 കാര്യങ്ങൾ കാണും. ക്ലിയറായേ? ഈ വർഷം ഇത് എവിടെ ചിലവാക്കും, നമ്മളെവിടെ തുരക്കും, എവിടെ ചിലവാക്കുമെന്നാണ് ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ആലോചിക്കുന്നത്. ഭക്ഷണം ആവശ്യമുള്ള കാര്യമാണ്, കുട്ടികളുടെ പഠനം, ചികിത്സ, വീട് പണിയൽ, വാഹനം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ സർക്കാർ രാജ്യത്തിനുള്ള പ്ലാൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ പേരാണ് കേന്ദ്ര ബഡ്ജറ്റ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ പേരാണ് കേന്ദ്ര ബഡ്ജറ്റ്. ഇനി കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ ഒന്നുമില്ല എന്ന ആളുകൾ പറയുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യമാണ് ആളുകൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്, അതായത് കേരളത്തിൽ ഒന്നുമില്ല എന്നത്. പക്ഷേ ഇത് ശരിയല്ല. കാരണം കേരളത്തിന് പണം വരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. കേരളത്തിന് അതായത് നമ്പർ 1, കേരളത്തിൻ്റെ പേര് എടുത്ത് പ്രഖ്യാപിക്കുന്ന വലിയ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ കേരളത്തിന് പണം വരും? ഉദാഹരണം, എയിംസ് ഉണ്ടോ ഇവിടെ? എയിംസ് എങ്ങനെ ഇല്ലാത്തത്? സ്ഥലം എടുത്ത് കൊടുത്തില്ല, കേരള സർക്കാർ സ്ഥലം എടുത്ത് കൊടുത്തില്ല. വലിയ ആശുപത്രി സ്ഥലം എടുത്ത് കൊടുക്കാൻ വരുമ്പം മറ്റേ ഇരിക്കണവനും മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കണവരെല്ലാം കൂടെ ഇറങ്ങി വരും. അവിടെ ഇത് പറ്റില്ല, ഇവിടെ അത് പറ്റില്ല, ഇവിടെ സ്ഥലം എടുക്കാനല്ല, കുഴിച്ച് ശിവലിംഗം തോണ്ടാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കോൺസ്പിറസി തിയറികൾ ഇഷ്ടമാര് വരും. എന്തായാലും അങ്ങനൊരു സെറ്റപ്പ് കേരളത്തിനില്ല. അതുകൊണ്ട് എയിംസ് അത് കേരളത്തിനില്ല, സ്ഥലമൊന്നുമില്ല. ഇനി വലിയ റെയിൽ, മെട്രോ, ഹൈവേ പ്രഖ്യാപനം, വലിയ ഫാക്ടറി, ഇൻഡസ്ട്രി പാർക്ക്, ഇതൊക്കെ കേൾക്കുമ്പോൾ കൊതിയാവണം. അവിടെ തെലങ്കാനയിലൊക്കെ പോയി നോക്കണം. രേവന്ത് റെഡ്ഡി കോൺഗ്രസ്സാണ് ഭരിക്കണം. കർണാടക ഇവിടെയൊക്കെ പോയി നോക്കണം. ഇതൊക്കെ എന്താ പറയാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒന്നും കേരളത്തിനില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇവിടെ സർക്കാർ കൂടെ ഇനീഷ്യേറ്റീവ് എടുത്താലേ വരൂ. അപ്പോൾ ഇത്തവണ ഇങ്ങനെയുള്ള വലിയ ഹെഡ്ലൈൻ പ്രോജക്റ്റ് കേരളത്തിന് കുറവാണ്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് കേരളത്തിന് ഒരു വാഴക്കേ ഇല്ലെന്ന്. ഇപ്പോൾ എയിംസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ കേരളത്തിന് എയിംസ് എന്ന് പറയും. വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇത് മാത്രം മതി. എന്ത് തന്നെയായിരുന്നാലും കേരളത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന പണം കിട്ടും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാത്തിനും പൈസ കൊടുത്തിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങൾക്കും ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ കേരളത്തിനും കിട്ടും. റോഡ് വികസനത്തിന് 28 സംസ്ഥാനങ്ങൾക്കും പൈസ കൊടുത്തിട്ടുണ്ട്, കൂടെ കേന്ദ്രത്തിനും കിട്ടും. ഒരു ഉദാഹരണം, കേന്ദ്ര നികുതി പങ്ക്, ടാക്സ് ഷെയർ, റേഷൻ, റോഡ്, ഗ്രാമവികസനം, വിദ്യാഭ്യാസ സ്കീം, ആരോഗ്യം, തൊഴിലുറപ്പ്, മറ്റ് കേന്ദ്ര പദ്ധതികൾ
ഇതെല്ലാം തന്നെ കേരളത്തിന് കിട്ടും എന്നുള്ളതാണ്. ഈ നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ തുടർച്ചയാണ്. അദ്ദേഹം ഈ വർഷത്തെ പുതിയ പ്രഖ്യാപനം നടത്തും, പക്ഷേ ഓരോ ബഡ്ജറ്റും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നോക്കണം. കാരണം ഇനി ഞാൻ തന്നെ ഭരിക്കാൻ വരും എന്ന രീതിയിലാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിന് മാത്രം കിട്ടും എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കില്ല. എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ ഇത് നമുക്കും കിട്ടും. ന്യായമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗ്രാമവികസനം, ആരോഗ്യം, തൊഴിലുറപ്പ്, വിദ്യാഭ്യാസ സ്കീം, ഗ്രാമവികസനം, അങ്ങനെ റേഷൻ, അത് ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് ഹെഡ്ലൈൻ ആവാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിന് ഇത് മാത്രം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കണമെങ്കിൽ, ഒരു സാധനം എഴുതി കാണിക്കണമെങ്കിൽ കേരളം എന്ത് ചെയ്യണം? ഒരു പ്രോജക്റ്റ് മുന്നിലേക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് മന്ത്രിമാരെല്ലാം കൂടെ കൂടുകയായിട്ട് നേരെ കേന്ദ്രത്തിലോട്ട് പോകണം. അപ്പോൾ കേന്ദ്രം ഇത് പഠിക്കും. കേന്ദ്രം ഇത് പഠിച്ചിട്ട് പറയും നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ നോക്കാം എന്ന് കേന്ദ്രം പറയും. എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ പിന്നെ ഓക്കെ, അതാണല്ലോ ഒരു ന്യായം എന്ന് പറയുന്നത്. എന്തായാലും ഹെഡ്ലൈൻ ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് തോന്നുന്നതാണ് ഒരു വാഴക്കയില്ല. അതൊരു ഹെഡ്ലൈൻ, ഒരു സാധനമില്ല. കേരളത്തിന് എയിംസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്വർണ്ണ കസേര, ഇതൊന്നുമില്ല സംഭവം എന്ന് പറയുന്നത്. ഇനി കേന്ദ്രം ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമേ പണം കൊടുക്കുകയുള്ളൂ. ഇതാണ് ഇവിടെ കമ്മിക്കുട്ടന്മാർ അടിച്ചിറക്കുന്ന ഒരു പ്രധാന നെറേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്താ ഇപ്പം പറയും? എങ്ങനെ ഈ മണ്ടന്മാരെ പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിക്കഥ, നമ്മുടെ വിജയ് പോലെ ഒരു കുട്ടിക്കഥ സൊല്ലട്ടുമാ, ആ രീതിയിൽ നമുക്ക് ഈ സാധനങ്ങൾ പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതൊരു സ്കൂളാണെന്ന് സങ്കല്പിക്കുക. കേന്ദ്ര സർക്കാർ ആ സ്കൂൾ മാനേജ് ചെയ്യുന്ന മാനേജ്മെൻ്റ് ആണെന്ന് സങ്കല്പിക്കുക. സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ക്ലാസ്സുകളാണെന്ന് സങ്കല്പിക്കുക. 5A, 5B, 6A, അങ്ങനെ പോട്ടെ. അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ചില പണം എങ്ങനെയാണ് ചിലവാക്കുന്നത്? സ്കൂൾ മാനേജ്മെൻറ്റ് പണം എങ്ങനെയാണ് ചിലവാക്കുന്നത്? എല്ലാ ക്ലാസ്സിനും ഒരുപോലെ കിട്ടുന്ന ഫണ്ട്, ചോക്ക്, ബെഞ്ച്, വെള്ളം, ലൈറ്റ്, ഇതുപോലെ ആണ്. ഇതെല്ലാം എല്ലാ ക്ലാസ്സിനും തുല്യമായിരിക്കും. അതായത് ടാക്സ് ഷെയർ, പൊതുപദ്ധതികൾ എന്നിവയാക്കി നമുക്കിത് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിരിക്കും. കാരണം 5A, 5B, 6A, 6B, 10 വരെ ചോക്കിന് ചോക്ക് തന്നെ വേണം. കാരണം എഴുതി പഠിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഞം തന്നെ വേണം. അപ്പോൾ അതെല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് കൊടുക്കും. കേരളത്തിനും കിട്ടും. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നത് പോലെ, എല്ലാ ക്ലാസ്സിനും കിട്ടുന്നത് പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടും. കൂട്ടത്തിൽ കേരളത്തിനും കിട്ടും, UPക്കും കിട്ടും, തമിഴ്നാടിനും കിട്ടും. ഇനി ചില ക്ലാസ്സുകൾക്ക് സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കും. അതാണ് പറയുന്നത് അവന് മാത്രം കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ 6A എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ പുതിയൊരു പാഠം പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. അത് പഠിക്കാൻ കമ്പ്യൂട്ടർ ലാബ് വേണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് അനുവദിക്കും. 7Bക്ക് പുതിയ ലൈബ്രറി വേണം. അവർക്ക് വേറൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ലൈബ്രറിക്കുള്ള ഫണ്ട് അനുവദിക്കും. എയിംസ്, വലിയ റെയിൽ, വലിയ ഇൻഡസ്ട്രി പാർക്ക്, അങ്ങനെയാണ് ഇതൊക്കെ അനുവദിക്കുന്നത്. ഈ വർഷം കേരളത്തിന് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഹെഡ്ലൈന് ഒരു വാഴയ്ക്കയില്ല എന്നുള്ളതാണ്. പക്ഷേ സത്യം എന്താണ്? കേന്ദ്രം ചിലപ്പോൾ രാഷ്ട്രീയം നോക്കും എന്നുള്ളത് നമ്മളത് പച്ചയ്ക്ക് പറയും. ഇനിയിപ്പോൾ അത് പറയാതിൻ്റെ കാര്യമില്ല, പച്ചയ്ക്ക് പറയും. ചിലപ്പോൾ കേന്ദ്രം രാഷ്ട്രീയം നോക്കും. പക്ഷേ അതിനൊപ്പം തന്നെ കേന്ദ്രം നോക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ജനസംഖ്യ നോക്കും, ദാരിദ്ര്യം നോക്കും, വികസനം കുറവുള്ള പ്രദേശങ്ങൾ നോക്കും, പ്രോജക്റ്റ് റെഡിയാണോ എന്ന് നോക്കും, ഭൂമി കിട്ടുമോ എന്ന് നോക്കും, സംസ്ഥാന സർക്കാർ സഹകരിക്കുമോ, ഇതൊക്കെയും നോക്കിയാണ് പല തീരുമാനങ്ങളും. അതുകൊണ്ടാണ് രാഷ്ട്രീയം നോക്കുന്നത്. കാരണം കേരളത്തിൽ കമ്മിക്കുട്ടന്മാരാണ്. നരേന്ദ്രമോദി ഇവിടെ വന്ന് ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് പോയാൽ യുവമാർ തനിക്കോണം എടുത്തുകൊണ്ട് ഇവന്മാരെ രാഷ്ട്രീയം പുറത്ത് കാണിക്കും. സ്ഥലവും എടുത്തു കൊടുക്കില്ല, അവസാനം വലിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി മോദി വന്നതിന് ശേഷം ബഡ്ജറ്റ് എല്ലാ വർഷത്തെയും തുടർച്ചയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പരിധി വരെ നരേന്ദ്രമോദി വന്ന ശേഷം ബഡ്ജറ്റ് എല്ലാ വർഷത്തെയും തുടർച്ചയാണ്. വേണമെങ്കിൽ ഈ ക്ലാസ്സിലെ കുട്ടിക്ക് പറയാം, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിലെത്തിയാലും മലയാളവും ഇംഗ്ലീഷും തുടർന്ന് തന്നെ പഠിക്കണം. അതായത് 1ാം ക്ലാസ്സിൽ ABCD എന്ന് പഠിച്ച കുട്ടി 2ാം ക്ലാസ്സിൽ A for apple, B for ball, C for cat, D for dog എന്നൊക്കെ പഠിക്കും. ഇനി 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴോ 3ാം ക്ലാസ്സിൽ അത് സെൻറ്റൻസ് ആക്കി പഠിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പഠിച്ചു. അതുപോലെ ബഡ്ജറ്റ് തുടർച്ചയാണ്. അല്ലാതെ UPA സർക്കാരിൻ്റെ കാലത്തെ പോലെ ഇന്നൊരു 10 രൂപ കിട്ടി അത് 15, 5 രൂപയുടെ കടമെടുത്ത് 15 ആക്കിയിട്ട് അതിൽ നിന്ന് 12 രൂപ മുക്കി 3 രൂപ എടുത്ത് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ പുളിശ്ശേരി അടിക്കുന്നതല്ല ബഡ്ജറ്റ്. അത് മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും ഇങ്ങനെ മലയാളം തുടരും, മാത്സ് തുടരും. അതുപോലെ തന്നെ എന്താണ്? ബഡ്ജറ്റും തുടരും എന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ പല പദ്ധതികളും തുടരും. പക്ഷേ ഓരോ വർഷവും പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ഇനി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ടോ? അതാണല്ലോ നമുക്കെല്ലാം അറിയേണ്ടത്. ഒരു ബഡ്ജറ്റ് വരുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോ? ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അതായത് എന്തെങ്കിലും പെട്രോളിന് വില കുറയോ,
കുറയോ? നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്തിനെങ്കിലും വില കുറയോ? നമുക്ക് എന്തെങ്കിലും കുറയോ? ഒരു ബിരിയാണിക്ക് ഒരു 10 രൂപയെങ്കിലും കുറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ആശ്വാസമായല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബഡ്ജറ്റ് 2 തരം ആയിട്ട് തിരിക്കപ്പെടുന്നത്. ഈ ബഡ്ജറ്റിനെ നമുക്ക് 2 തരമായിട്ട് തിരിക്കാം. ഒന്ന്, ജനങ്ങൾക്ക് ഉടൻ കയ്യിൽ പിടിക്കാവുന്ന, അതായത് ഡയറക്റ്റായിട്ട് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ. ഉദാഹരണം, ഇൻകം ടാക്സ് കുറയ്ക്കുക, LPG വില കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ അടിച്ചു തന്നു മോദിജി. LPG വില കുത്തനെ കൂട്ടി. ഇനി അരി, പഞ്ചസാര വില കുറയ്ക്കുക, ഫ്രീ പണം അക്കൗണ്ടിലിടുക. ഇതൊക്കെയാണ് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. ഫ്രീ ആയിട്ട് പണമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്കതൊക്കെ പറ്റി പുളിശ്ശേരി അടിച്ചിട്ട് പിന്നെ നരേന്ദ്രമോദിയെ കുറ്റം പറയാമല്ലോ, തെങ്ങിൻ്റെ മണ്ടേ കയറിയിരുന്നു, ഒന്നും തന്നില്ലേ എന്ന് പറയാമല്ലോ. കാരണം കിട്ടിയാൽ തീരാത്തൊരു വർഗ്ഗമാണല്ലോ, തികയാത്തൊരു വർഗ്ഗമാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഇങ്ങനെയുള്ള വലിയ ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ശക്തമായി വന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നും, ഇത്തവണയല്ല എല്ലാ തവണയും ജനങ്ങൾക്ക് തോന്നും എനിക്കൊന്നും കിട്ടിയില്ല എന്ന് തോന്നും. ഇനി രണ്ടാമത്തെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ജനങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ. അതായത് നേരിട്ട് കയ്യിൽ തരില്ല, ഗുണം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് റോഡ് പണി, ആശുപത്രി സീറ്റുകൾ കൂട്ടുക, സ്കൂൾ ലാബ്, കൃഷിക്ക് സഹായം. ഇതുടനൊന്നും പൈസയായിട്ട് വരില്ല. ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വയറ്റിൻ്റെ മണ്ടയിൽ മിച്ചറും വെച്ച് തിന്നുകൊണ്ട് ഞാൻ പറയാം, ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി നമുക്ക് വല്ലതും കിട്ടായില്ലല്ലോ എന്ന് പറയും. ഇതേ ഞാൻ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് കൊടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഓടുമ്പോൾ 5 ലക്ഷം ഫ്രീ ആകുമ്പോൾ ആ ചികിത്സയെ മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരുന്ന് നരേന്ദ്രമോദിയെ കുറ്റം പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതുടൻ പണമായിട്ടൊന്നും കയ്യിൽ വരില്ല, പക്ഷേ 1, 2, 3 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം ഇവയിലൊക്കെ പുരോഗതി ഉണ്ടോയെന്നാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ. വിദ്യാഭ്യാസം, സർക്കാർ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സ്കിൽസ്, ലാബ്സ്, ഡിജിറ്റൽ ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഭാവിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് ഇത്തവണയുണ്ട്. ആരോഗ്യത്തിൽ മെഡിക്കൽ സീറ്റുകൾ കൂടുന്നത് പോലുള്ള കാര്യങ്ങൾ ഇത്തവണയുണ്ട്. 10,000 സീറ്റുകളാണ് കൂടുന്നത്. ഡോക്ടർമാർ, കൂടുതൽ ആശുപത്രി സൗകര്യങ്ങളുണ്ട്, കൂടുതൽ ചികിത്സ ലഭ്യത മെച്ചം, കർഷകർക്ക് സഹായമുണ്ട്, ടെക്നോളജി, വിലസ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾ വന്നാൽ കൃഷി വരുമാനം മെച്ചപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, കേരളത്തിൽ കൃഷി ചെറുതാണ്. അതിൽ നമുക്ക് കേരളത്തിൽ ഇത് ഒരു ചർച്ചയാവാനുള്ള സ്കോപ്പേ ഇല്ല. തൊലി ഉരിഞ്ഞു പോകണം. അപ്പോൾ എന്തായാലും കേരളത്തിൽ കൃഷി ചെറുതാണ്, സർവീസ് സെക്ടറാണ് നമുക്ക് വലുത്. അതിനാൽ കേരളത്തിന് വലിയ വ്യവസായ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ വരാറില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമോ എന്നുള്ള ചോദ്യത്തിന് വില കുറയാൻ 3 കാരണങ്ങൾ വേണം. അതിലൊന്ന്, പെട്രോൾ ഡീസൽ വില കുറയണം, പിന്നെ ട്രാൻസ്പോർട്ട് ചിലവ് കുറയണം, ഉൽപ്പാദനം കൂട്ടണം, അതായത് സപ്ലൈ ഇൻക്രീസ് വരണം. ഇപ്പോൾ ബഡ്ജറ്റിൽ ചിലപ്പോൾ നികുതി കുറച്ചാൽ വില കുറയും. പക്ഷേ വില കുറയുന്നത് ബഡ്ജറ്റ് മാത്രമല്ല തീരുമാനിക്കുന്നത്. ബഡ്ജറ്റിൽ കുറച്ചാൽ കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടണമല്ലോ. അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടാത്തിടത്തോളം കാലം നമ്മളെന്താണ്, വില കുറഞ്ഞതായിട്ട് അംഗീകരിക്കില്ല. ഇപ്പം എണ്ണയ്ക്ക് വില കുറഞ്ഞാലും ഹോട്ടലുകാരൻ വില കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചിക്കൻ ഫ്രൈ 150 നിന്ന് 100 എത്തിച്ച് അങ്ങനെ കഴിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള പല തീരുമാനങ്ങളും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇത്തവണ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാണ്. അതായത് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ വിറ്റ് പുളിശ്ശേരി അടിക്കുക എന്നുള്ളതല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. അതായത് നാളെ ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഈ ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി മാർക്കറ്റ്, ഇന്ധന വില, ഇറക്കുമതി വില, മഴ, കൃഷി ഉൽപ്പാദനം ഇതൊക്കെയാണ് ഈ വില കുറയുന്നതും കൂടുന്നതൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ഇന്ത്യയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും ഇന്നത്തെ ബഡ്ജറ്റിൽ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 7% ഇന്ത്യയുടെ GDP വളരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ പറയുന്നത് GDP മോദി തന്നെ അടിച്ചിറക്കുന്നതാണെന്ന്. പണ്ട് GDP കുറഞ്ഞപ്പോൾ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. GDP പണ്ട് കുറഞ്ഞപ്പോൾ നീ എന്ത് പറഞ്ഞത്? ഇന്ത്യ എങ്ങും ഇടിഞ്ഞ് താഴ്ന്നു പോയെന്ന്. അന്നും മോദിജി ആയിരുന്നല്ലോ എങ്കിൽ പിന്നെ GDP ഇടിച്ചിറക്കണത്. എവിടെ നിന്ന് വരാണ്ടാ ഇവനൊക്കെ. എന്തായിരുന്നാലും രാജ്യത്തിൻ്റെ സാമ്പത്തിക നില എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ജനങ്ങൾക്ക് ജോലിയുണ്ടോ, കമ്പനികൾ വളരുന്നുണ്ടോ, സർക്കാർ കടം കൂടുന്നുണ്ടോ, വിലക്കയറ്റം കൂടുന്നുണ്ടോ, ബഡ്ജറ്റ് സാധാരണ ചെയ്യുന്നത് റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ജോലികൾ സൃഷ്ടിക്കുക, വ്യവസായം, കമ്പനികൾ വരും, സ്കിൽ വിദ്യാഭ്യാസം, ഭാവിയിൽ ജോലി. അതിനാൽ ബഡ്ജറ്റ് നല്ലതാണെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച വരും എന്നിങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അതെല്ലാം ഇത്തവണത്തെ ബഡ്ജറ്റിലുണ്ട് എന്നുള്ളതാണ്. ഉടൻ പണം കയ്യിൽ വരില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റും UPA കാലത്തെ ബഡ്ജറ്റും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. UPA കാലത്ത് പലപ്പോഴും നേരിട്ട് ജനങ്ങൾക്ക് സഹായം, അതായത് വെൽഫെയർ ഹെവി ബഡ്ജറ്റുകളായിരുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ലാതെ വെൽഫെയർ, അതായത്
ഇന്നലെ ഒരു 100 രൂപ കിട്ടിയാൽ ഇന്ന് ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 150 രൂപ 50 രൂപ കടം കൂടെ എടുത്തിട്ട് അതിൽ നിന്ന് 120 രൂപ അടിച്ചു മാറ്റിയിട്ട് 30 രൂപ 140 കോടി ജനങ്ങൾക്ക് കൂടെ കൊടുക്കും. ഇതാണ് UPA സർക്കാരിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഗ്രാമീണ പദ്ധതികൾ, സബ്സിഡി, സോഷ്യൽ സ്കീമുകൾ എല്ലാം അവരും കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒന്നും നടപ്പിലാകില്ല എന്ന് മാത്രമല്ല മുണ്ട അഴിമതിയായിരുന്നു അതിനകത്ത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തോറ്റ് വീട്ടിയിരിക്കുന്നത്. ഇനി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെ ബഡ്ജറ്റ് ഏത് ടൈപ്പാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് പ്ലസ് ഇൻഫ്ര പ്ലസ് നിർമ്മാണം പ്ലസ് നിക്ഷേപം. അവിടെ വെൽഫെയർ ഹെവി ആണെങ്കിൽ ഇവിടെ ഗ്രോത്ത് ഹെവിയാണ് മോദി സർക്കാരിൻ്റെ ഇതെന്ന് പറയുന്നത്. അതായത് UPA സർക്കാർ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ UPA സർക്കാർ വെറുതെ വീട്ടിൽ ഇരുന്ന് തിന്നിരിക്കുന്ന എനിക്ക് പൈസ കൈ കൊണ്ട് തരുന്നുമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ് എൻ്റെ വീട്ടിൽ വന്ന് ചൂരലെടുത്ത് ചന്തി നോക്കി പ്ലാച്ചനെ ഞാൻ അടി എന്നിട്ട് പോയി ജോലി ചെയ്യടാ എന്ന് പറയും. ആ ടൈപ്പ് ബഡ്ജറ്റാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. നീ ജോലി ചെയ്താൽ നിനക്ക് ജീവിക്കാം, എങ്കിൽ രാജ്യത്തിനും പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. ഹൈവേ, ക്യാപെക്സ്, ഇൻഡസ്ട്രി, അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇത്തവണ ഇനി ആദായ നികുതി വെട്ടിക്കുന്നവർക്ക് ശിക്ഷയില്ല കേട്ടോ. അതൊരു നല്ലൊരു ബോണസാണ് ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ. നിർമ്മല സീതാരാമൻ തക്കുടു പാവയായിട്ട് പറഞ്ഞു ഇനി ശിക്ഷയില്ല, പകരം 30% എടുക്കും. എങ്ങനെ? അതെ, ഇനി ശിക്ഷയില്ല. ഇനി നീയൊക്കെ വരുമാനം കാണിച്ചില്ലെങ്കിൽ നിൻ്റെയൊക്കെ വരുമാനത്തിൻ്റെ 30% ഞങ്ങൾ പിടുങ്ങും എന്നാണ് ഇപ്പോൾ മോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ള സംഭവങ്ങളും ഇല്ല. ഇനി റൈഡ് വയ്യ, ഒന്നിനും വയ്യ. അതുകൊണ്ട് ഇനി ഒരു 30%, അത് നിനക്ക് 1000 കോടി രൂപ ഉണ്ടെങ്കിൽ 1000 കോടി നീ വെട്ടിച്ചാൽ അതിന് 300 കോടി ഞാൻ എടുക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രതിഷേധവും കണ്ടില്ല ഇതിനെതിരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. പോരാത്തതിന് ആദായ നികുതി വകുപ്പ്, അതിനകത്തൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഇത്തവണ വന്നിട്ടുണ്ട്. അതൊക്കെ പോയി വായിച്ച് പഠിച്ചോളണം. പിന്നെ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്വർണ്ണവില എങ്ങനെ കൂട്ടുന്നു, ആര് കൂട്ടുന്നു, എന്തിന് കൂട്ടുന്നു, ഇതൊക്കെ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഇത്തവണ ബഡ്ജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്ന് പറയുന്നവർ, കേരളത്തിന് വല്ലതും കിട്ടണമെങ്കിൽ കേരളം വല്ലതുമൊക്കെ പെർഫോം ചെയ്യണം, എങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കടലാമയുടെ പാലവും പിന്നെ സ്രാവിൻ്റെ മറ്റേ തിമിംഗല ഛർദിയൊക്കെ ഉണ്ടാക്കാനുള്ള കമ്പനിയും പിന്നെ ഒലക്ക പിടിക്കുന്നതും കാടിവെള്ളവും ഇതായിരിക്കും കേന്ദ്രം തരാനായിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ശരി.